Exam details. Good afternoon, all. Good afternoon, ma'am. Okay. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏതാണ്ട് കവർ ചെയ്തു. നമ്മള് എന്താണ് ചെറിയൊരു റിവിഷൻ അല്ലേ? കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ബേസിക് ഓഫ് കമ്പ്യൂട്ടർ വായിച്ചു നോക്കിയോ? അതിന്റെ ഒരു ലാസ്റ്റ് ടോപ്പിക് കൂടി നമുക്കുണ്ട് കേട്ടോ. അത് എന്താ പറയാ, റിവിഷൻ ശേഷം വേണോ അതല്ലെങ്കിൽ ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, അപ്പൊ നമ്മുടെ Ma'am, നാളെ മുതൽ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നോളൂ കേട്ടോ, കറക്റ്റ് ആയിട്ട്. തരും എന്തായാലും. ക്ലാസ് എന്നാണ് അവസാനിക്കുന്നത് തന്നിട്ടുണ്ടോ? ക്ലാസ് എന്നാ അവസാനിക്കുന്നത്? അതെ, ടൈം ടേബിൾ വന്നു. ഓക്കെ, അപ്പൊ നാളെയാണ് ക്ലോസ് ചെയ്യുന്നത്. ലീവ് നാളെ കാണിക്കുന്നത് 29th. അപ്പോൾ എന്തായാലും ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യാം. ഓക്കെ, എല്ലാവരുടെയും പോർഷൻസ് എടുത്ത് അല്ലേ? ആതിര മാമിന്റെ ഉണ്ട്, ബാക്കിയാണ് കംപ്ലീറ്റ്. നമുക്ക് അവിടെ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ നമുക്ക് അങ്ങോട്ട് എന്താണ് അവസാനിപ്പിക്കാം. നമുക്ക് കുറച്ചും കൂടി ഉണ്ട്. അതിനുശേഷം നമ്മുടെ റിവിഷനിലേക്ക് പോകാം. അപ്പൊ ഞാൻ ജസ്റ്റ് റിവിഷൻ അതൊന്ന് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മള് കുറച്ച് പറഞ്ഞ കൂടി ഉണ്ട് അല്ലെ, നമ്മുടെ എന്താ പറയാ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗം കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് റിവിഷനിലേക്ക് പോകാം. ഓക്കെ, നമ്മള് എവിടം വരെയാണ് പറഞ്ഞത്? ഫിഷിംഗ് അല്ലെ, അവിടെ ഐഡന്റിറ്റി തെഫ്റ്റ് വരെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? ശരിയല്ലേ? അയച്ചു നോക്കിയോ? ഓക്കെ, ജസ്റ്റ് ഇന്ന് പൊതുവെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ അതുകൊണ്ട് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ തന്നെയാണ് കാണാറ്. ഓക്കെ, നോക്കാം എന്താന്നുള്ളത് ബാക്കിയുള്ളത്. എന്താണ് നമുക്ക് നെക്സ്റ്റ് അല്ലെ? മാൽവെയർ കഴിഞ്ഞു, ഫിഷിംഗ്, ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് നമ്മൾ ലാസ്റ്റ് നോക്കി നിർത്തിയത്. നെക്സ്റ്റ് നോക്കാറുള്ളത് ഡാറ്റ ബ്രീച്ചസ്. ഡാറ്റ ബ്രീച്ചസ് എന്ന് പറയുന്നത് നോക്കാം. ഡാറ്റ ബ്രീച്ചസ് ഇൻക്ലൂഡ് അൺഓതറൈസ്ഡ് എൻട്രി ടു സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ലൈക്ക് പേഴ്സണൽ റെക്കോർഡ്സ്, ഫിനാൻഷ്യൽ ഡാറ്റ ഓർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, നോർമലി ത്രൂ ഹാക്കിംഗ് ഓർ എക്സ്പ്ലോയിറ്റിംഗ് വൾനറബിലിറ്റീസ് ഇൻ സിസ്റ്റംസ് ഓർ നെറ്റ്വർക്ക്സ്. അതായത് ഇൻ കേസ് നമുക്കറിയാം നമ്മുടെ ഒരു സിസ്റ്റം അല്ലെ, നമ്മുടെ കൃത്യമായിട്ട് നമ്മൾക്കറിയാം സിസ്റ്റത്തിൽ കയറിയിട്ട് ആരും നമ്മളുടെ പേഴ്സണൽ അല്ലെ പ്രത്യേകമായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഡാറ്റാസ് എടുത്തുകൊണ്ട് പോകാനായിട്ട് നമ്മൾ ആരും അല്ലെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അവര് എന്താണ് നമ്മുടെ സിസ്റ്റത്തിൽ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും കേട് കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എനിവേ നമ്മുടെ സിസ്റ്റത്തിൽ കയറിയിട്ട് നമ്മൾ അല്ലെ നമ്മൾ അറിയാതെ തന്നെ അതിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകളെല്ലാം തന്നെ അതിലേക്കൊക്കെ മൂവ് ചെയ്തുകൊണ്ട് ഡാറ്റാസുകളൊക്കെ അവരെ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു രീതിയാണ് ഡാറ്റ ബ്രീച്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റ ബ്രീച്ചസ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് അൺഓതറൈസ്ഡ് എൻട്രി ടു സെൻസിറ്റീവ് ഇൻഫോർമേഷൻ അല്ലെ. അൺഓതറൈസ്ഡ് ആയിട്ടാണ് അവര് നമ്മൾക്കറിയാം നേരിട്ട് അല്ലെ നേരായ വഴിക്കൂടെയല്ല നമ്മുടെ ഡാറ്റാസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അൺഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൂടെ തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാണ്. ആ ഇൻഫോർമേഷൻസിൽ എന്തൊക്കെ പെടാം? പേഴ്സണൽ റെക്കോർഡ്സ് പെടാം, ഫിനാൻഷ്യൽ ഡാറ്റാസ് ആകാം, or intellectual property, normally through hacking or exploiting vulnerabilities in systems or network അല്ലെ നെറ്റ്വർക്കിൽ കൂടെയൊക്കെ തുഴഞ്ഞു കയറിയിട്ടാണ് ഇവര് ഇതെല്ലാം ഹാക്ക് ചെയ്ത് എടുക്കുന്നത്. Data breaches may end in a lot of financial losses, reputation damage and compromised privacy.
ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റില്ല. കാരണം അല്ലെ, നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ കൂടെ നുഴഞ്ഞു കയറി എടുത്തത് കൊണ്ട് തന്നെ ആരെടുത്തു, എപ്പെടുത്തു, എങ്ങനെ എടുത്തു എന്നൊന്നും നമുക്കറിയില്ല, വ്യക്തത ഉണ്ടാവില്ല. എന്തെങ്കിലും ഫിനാൻഷ്യൽ നഷ്ടങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രശസ്തിക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജുകളൊക്കെ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസിക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ സംഭവിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും അല്ലെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറി എടുത്തിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത്, ഡാറ്റ ബ്രീച്ചസ് എന്ന് പറയുന്നത്. വീണ്ടും നോക്കാം, മാൻ ഇൻ ദ മിഡിൽ. എന്താണ് മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയുന്നത്? അതിന്റെ ചെറിയ ഷോർട്ട് ഫോം ഒക്കെ നോക്കാട്ടോ, വളരെ സിമ്പിൾ ആണ്. MITM അല്ലെ, അതിന്റെ അബ്രിവേഷൻ കൊടുത്തേക്കുന്നത് MITM ആണ്, മാൻ ഇൻ ദ മിഡിൽ. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, രണ്ടുപേരുടെ ഇടയിലേക്ക് ഒരു പേഴ്സൺ നുഴഞ്ഞു കയറിയിരിക്കണം അല്ലെ. Man in the middle attack includes interpreting and changing communication between two parties without their knowledge. Okay, രണ്ട് പാർട്ടീസിന്റെ അല്ലെ ഷെയറിങ്ങുകൾ, അതായത് അവര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിനിടയില് അവരുടെ ആ കമ്മ്യൂണിക്കേഷനിലെല്ലാം അല്ലെ അവിടെ തടസ്സം നേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരറിയാതെ തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ ആ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ക്യാച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് മാൻ ഇൻ ദ മിഡിൽ പറയുന്നത്. അതായത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിങ്ങിലൂടെ ഇന്റർസെപ്റ്റിംഗ് ആൻഡ് ചേഞ്ചിങ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പാർട്ടീസ് വിത്തൗട്ട് ദെയർ നോളജ്, അവരുടെ അറിവില്ലാതെയാണ് അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറുന്നത്. Then attacks can overhear, modify or inject spiteful content into communication, potentially compromising sensitive information or handling the exchange. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം നുഴഞ്ഞു കയറിയിട്ട് എന്താ അവർ ചെയ്യുന്നത്, ഒന്നല്ലെങ്കിൽ അവരെന്താണ് ഇതിനിടയിൽ എന്തെങ്കിലും സംഭാഷണങ്ങൾ അവരറിയാതെ തന്നെ എന്തെങ്കിലും സംഭാഷണങ്ങൾ കരുതി കൂട്ടി തന്നെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. അതല്ലെങ്കിൽ എന്താണ് കുറെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ അവിടെ എന്താണ് അവരറിയാതെ തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് അല്ലെ ചേഞ്ച് ചെയ്ത് നമ്മൾ പറഞ്ഞ ആശയങ്ങളെല്ലാം കുറച്ചും കൂടി കൂട്ടിക്കലർത്തിയിട്ട്, അങ്ങനെയാണല്ലോ അല്ലെ നമ്മൾ മലയാളത്തിൽ പറയും പരദോഷം അല്ലെ, അങ്ങനെ പരദോഷമൊക്കെ അതായത് കൂട്ടിക്ക് ചേർത്തുകൊണ്ട് അഡീഷണൽ ആയിട്ട് നമ്മുടേതായ കുറച്ചും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അത് എന്താണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും. സോ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി എടുക്കാം, ഇതാണ് രണ്ടുപേരുടെ കമ്മ്യൂണിക്കേഷനിൽ അവരുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ കയറി പറ്റിയിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ക്യാച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിൽ പറയുന്നത്. ഓക്കെ, എന്താണ് ഡാറ്റ ബ്രീച്ചസ് എന്നുള്ളത് കിട്ടിയില്ലേ? അതായത് നമ്മുടെ നെറ്റിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് അല്ലെ അവിടെ ഡാറ്റാസുകളെല്ലാം ചോർത്തിയെടുക്കുന്ന ഒരു രീതിയാണ് ഡാറ്റ ബ്രീച്ചസ് എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുമ്പോൾ രണ്ടുപേരെ സംഭാഷണത്തിനിടയിലേക്ക് അവരറിയാതെ തന്നെ കയറി പറ്റിയിട്ട് അല്ലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോർത്തിയെടുക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം, എന്താണ് പാസ്വേഡ് അറ്റാക്സ്. എന്താണ് പാസ്വേഡ് അറ്റാക്സ് നോക്കാം. പാസ്വേഡ് അറ്റാക്സ് എയിം ടു അറ്റൈൻ അൺഓതറൈസ്ഡ് എൻട്രി ഇൻടു അക്കൗണ്ട്സ് ബൈ ക്രാക്കിംഗ് ഓർ ബൈപാസിംഗ് പാസ്വേഡ് സെക്യൂരിറ്റി. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ, ഇപ്പൊ അവിടെ എന്താണ് അതേമാതിരി തന്നെ അൺഓതറൈസ്ഡ് ആയിട്ട് അല്ലെ അവരുടെ സമ്മതത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഓതറൈസേഷൻ ഒന്നും ഇല്ലാതെ തന്നെയാണ് അവർ കയറി പറ്റാനായിട്ട് ശ്രമിക്കുന്നത്. ദെൻ അവരെന്താണ് പാസ്വേഡുകളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അല്ലെ, അവരുടെ പാസ്വേഡുകളെല്ലാം നമുക്കറിയാം ഇപ്പൊ എല്ലാം അല്ലെ നമ്മള് പാസ്വേഡുകളെല്ലാം ലെറ്റർ വൈസിലൊക്കെ ഡിജിറ്റൽ വൈസൊക്കെ ആയിട്ടാണ് നമ്മൾ അത് സൂക്ഷിക്കുന്നത്. സോ അത്തരത്തിലുള്ള പാസ്വേഡുകളെല്ലാം തന്നെ അവരെന്താണ് പ്രത്യേകമായിട്ട് ചൂഷണം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രിയോട് കൂടിയിട്ടാണ് അത് ചൂഷണം ചെയ്തെടുക്കുന്നത്. കോമൺ ടെക്നിക്സ് കൺസിസ്റ്റ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ്, ഡിക്ഷണറി അറ്റാക്സ് ആൻഡ് credential stuffing. Their attacks use stolen or leaked passwords from other source of attain unauthorized access. Okay, ഇവിടെ പാസ്വേഡ് അറ്റാക്സിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്താണ് വഞ്ചനാപരമായ രീതിയിലാണ് അവർ കുറെ കാര്യങ്ങൾ അല്ലെ പ്രവേശനം നടത്തുന്നത്. അതിനുശേഷം ലോഗിൻ ചെയ്തതിനു ശേഷമാണ് അല്ലെ അവിടെ ഫോമുകളിലേക്കൊക്കെ കയറി പറ്റി. നമുക്കറിയാം ഒരു ശരിയായിട്ടുള്ള ഒരു പാസ്വേഡ് ഒക്കെ അടിച്ച് അല്ലെ നമ്മളൊരു ലിങ്ക് ഒക്കെ പ്രവേശിച്ചിട്ടാണല്ല അവര് അതിനു വേണ്ടി മാത്രം അല്ലെ വഞ്ചനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ അവര്
ലിങ്കൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളിലേക്ക് അവരിലേക്കൊക്കെ അല്ലെ നമ്മുടെ ഡാറ്റാസിലേക്കൊക്കെ കയറി പറ്റാനായിട്ട് അവർ ശ്രമിക്കുന്നത്. അങ്ങനെ അവിടെ നമുക്കറിയാം ചില വേർഡുകളിലൊക്കെ അല്ലെ ഡിക്ഷണറി എന്ന് പറയുന്നത് ലെറ്റേഴ്സിലൊക്കെ ചെറിയ വേരിഫിക്കേഷൻ ഒക്കെ വരുത്തിയതിനു ശേഷമൊക്കെയാണ് അവിടെ അതിലേക്ക് കയറി പറ്റാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ മോഷ്ടിച്ച യൂസറിന്റെ ഒരു നെയിം പാസ്വേഡുകൾ അത് യാന്ത്രികമായിട്ട് തന്നെയാണ് ഇപ്പോൾ പാസ്വേഡുകളൊക്കെ ഉപയോഗിക്കുന്നത്. അവര് അൺഓതറൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഒരു പാസ്വേഡുകൾ അല്ലെ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് കയറി പറ്റുന്നു. ദെൻ അവരിൽ നിന്നും ഡാറ്റാസുകളെല്ലാം മോഷ്ടിച്ചെടുക്കുന്നു. ദെൻ അതിനുശേഷം അത് ലോഗിൻ ചെയ്തിട്ട് അവരവരുടെ യൂട്ടിലൈസേഷൻ ഒക്കെ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. സോ എന്താണ് അതിൽ മനസ്സിലാക്കുക, അവര് പലതരത്തിലുള്ള ആ ഒരു രീതി ഉപയോഗിച്ചിട്ട് തന്നെ അല്ലെ ആ തരത്തിലുള്ള അറ്റാക്കുകളൊക്കെ നടത്തുന്നുണ്ട്. അതായത് ആ പാസ്വേഡുകളിലോ അല്ലെങ്കിൽ അല്ലെ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും സൈറ്റ് ഓപ്പൺ ചെയ്തോ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ തന്നെയാണ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രിയിലൂടെ അവര് അവരുടേതായിട്ടുള്ള ഡാറ്റാസുകളെല്ലാം ചൂഷണം ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ പാസ്വേഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ടൈപ്പ് ചെയ്ത് അല്ലെ നമ്മൾ കൊടുക്കുന്ന നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ വൈസ് ആയിട്ടാണ് പാസ്വേഡ് ആയിട്ട് സൂക്ഷിക്കുന്നത്. സോ ആ ഒരു പാസ്വേഡുകളിലൂടെയാണ് അത് അല്ലെ വേറെ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ ലിങ്കിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, പാസ്വേഡ് അറ്റാക്ക് വായിച്ചു നോക്കാം. 3 എണ്ണം ഓരോന്നും ഒരേപോലെ ആയിട്ടിരിക്കുന്നത് അല്ലെ നമുക്ക് തോന്നും. ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മാനേജ് ദ മിഡിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. അതൊക്കെ സെൻട്രലി ഒരു വ്യക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഡാറ്റ ബ്രീച്ചസ് എന്താണ്, മാനേജ് ദ മിഡിൽ എന്താണ്, പാസ്വേഡ് അറ്റാക്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് വായിച്ചു നോക്കുക. അതിൽ പോയാൽ മതി അല്ലേ. ഓക്കെ, ഹെഡിങ് വെച്ച് പഠിച്ചോ ഡാറ്റ ബ്രീച്ചസ് എന്താണെന്നത്, ദെൻ മാനേജ്മെന്റില് പാസ്വേഡ് അറ്റാക്സ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആ ഒരു ഹെഡിങ് വെച്ച് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻസൈഡർ ത്രെഡ്സ്. എന്താണ് ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു ബിസിനസ് ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും അല്ലെ അവിടെ ഉള്ളിൽ തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ചിലവര് അല്ലെ കള്ളത്തരം ചെയ്യണം എന്നുള്ള പ്ലാനോട് കൂടിയിട്ടുള്ളവരുണ്ടാവാം. ഇൻസൈഡർ ത്രെഡ്സ് മീൻസ് റിസ്ക് പോസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ അല്ലെ. ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള വ്യക്തികൾ തന്നെയാണ് ഈ ഒരു നഷ്ടം വരുത്തി വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓതറൈസ്ഡ് എൻട്രി ഇൻ ടു സിസ്റ്റം ഓർ സെൻസിറ്റീവ് ഡാറ്റ. തീർച്ചയായിട്ടും അവര് നിയമപരമായ രീതിയിൽ അല്ലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു സിസ്റ്റത്തിലേക്ക് കയറി പറ്റുന്നത്. These threats can rise from spiteful intent, negligence or unthinking actions that compromise security. ഓക്കെ, നമുക്കറിയാം ഇവര് എന്താണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവഗണിക്കുകയോ ചിലതൊക്കെ ശരിയായ രീതിയിലൊക്കെ അല്ലെ അലക്ഷ്യമായിട്ടൊക്കെ ചിലതിനൊക്കെ റിപ്ലൈ അയക്കും. അവര് എന്താണ് സാധാരണ രീതിയിൽ തന്നെ ഓതറൈസ് ആയിട്ട് തന്നെ കയറുന്നത്. പക്ഷെ അവരെന്താണ് യാഥാർത്ഥ്യത്തില് നല്ല ചിന്തിച്ചിട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ ഒന്നും ആയിരിക്കില്ല. ലക്ഷ്യമായിട്ട് അവരുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി അല്ലെ. അത് അങ്ങനെയുള്ള ഒരു രീതിയിൽ തന്നെ ഓർഗനൈസേഷനെ തന്നെ നഷ്ടപ്പെടുക അല്ലെ. അവരുടെ തന്നെ മെയിൻ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയാണ്. Then or unthinking actions that compromise security. അതായത് യാതൊരു ചിന്തയും കൂടാതെ തന്നെ അല്ലെ അവരുടെ സുരക്ഷ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ബോധവാന്മാരും അല്ലാത്ത രീതിയിൽ തന്നെ അവിടെ അവരുടെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു രീതി. അതല്ലെങ്കിൽ നമുക്കറിയാം എന്താണ് എന്തെങ്കിലും നേരത്തെ കൂട്ടിയുള്ള അല്ലെ വഞ്ചനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം മിക്കവാറും ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ളവർ തന്നെ ചില വഞ്ചന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ കരുതി കൂട്ടിയിട്ടായിരിക്കും. വളരെ ചുരുക്കം പേരൊക്കെ ചിലപ്പോൾ
അലക്ഷ്യമായിട്ട് അല്ലെ അശ്രദ്ധ മൂലം ചിലപ്പോൾ എന്തെങ്കിലും നടന്നു പോയിട്ടുണ്ടാവും അല്ലെ, അവരുടെ എന്തെങ്കിലും ഒരു സംതിങ് ആവശ്യം കൊണ്ട് ചിലപ്പോൾ പാസ്വേഡുകളൊക്കെ ചോർന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ചിലതൊക്കെ കരുതി കൂട്ടിക്കൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഡാറ്റാസുകളൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് അല്ലെ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് പോകുന്നത്. സോ ഇൻസൈഡർ ത്രെഡ്സ് എന്നാണ് അത്തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അത്തരത്തിലുള്ള അറ്റാക്കുകൾ അല്ലെ, അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഭീഷണികൾ നിങ്ങൾക്കറിയാം ചൂഷണം ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് അതിന്റെ ഉള്ളിലുള്ള ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ളവരിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള റിസ്കുകൾ ക്യാരി ഓൺ ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്സ്. അതായത് നമുക്ക് നെറ്റ്വർക്കിന്റെ ഉള്ളിൽ കൂടിയും എന്തെങ്കിലുമൊക്കെ ചോർച്ചകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം അല്ലെ, നെറ്റ്വർക്കുകൾ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ ട്രാക്കേഴ്സുകളൊക്കെ കയറി പറ്റിക്കൊണ്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. യൂസിങ് അൺസെക്യൂർഡ് ഓർ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക്സ് can reveal users to risks like data interception, then unauthorized entry and manage the middle attacks. Okay. അപ്പൊ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതില് ഈ പറഞ്ഞ മാതിരി നെറ്റ്വർക്കിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി കൈകാര്യം ചെയ്യുന്നതും മിഡിൽ ഓഫ് അറ്റാക്കും അല്ലെ ഇതൊക്കെ ചെയ്യുന്നതും അല്ലെ, ഇരുകൂട്ടരുടെ ചിലപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് നെറ്റ്വർക്കിന്റെ ഉള്ളിൽ കൂടിയാണ് അവർ ശ്രമിക്കുന്നത്. അറ്റാക്കേഴ്സ് ക്യാൻ സ്നാച്ച് നെറ്റ്വർക്ക് ട്രാഫിക് ആൻഡ് ക്യാപ്ചർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ പാസ്ഡ് ത്രൂ ദീസ് നെറ്റ്വർക്ക്. ചിലപ്പോൾ എന്താണ് അവരല്ലേ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കും, ചിലപ്പോഴെങ്കിൽ അവരുടെ ആ സ്മൂത്ത് ആയിട്ട് പോകുന്ന ട്രാഫിക്കിനെയൊക്കെ ചിലപ്പോൾ അവര് ബ്ലോക്ക് ചെയ്തിടും അല്ലെ. അപ്പൊ അവർക്ക് യഥാർത്ഥത്തിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫോർമേഷൻസ് ഒക്കെ ഈ ഒരു അല്ലെ ഈ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ കൂടെ തന്നെ ചൂഷണം ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇൻഫോർമേഷൻസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ കൂടെ ഇത്തരത്തിലുള്ള ത്രെഡ്സ് കാര്യങ്ങളൊക്കെ നടപ്പാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഒക്കെ പോയിന്റ്സ് ആണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. മാൽവെയറും ഫിഷിങ്ങും ഐഡന്റിറ്റി തെഫ്റ്റും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ഓക്കെ, ഓരോന്നും വായിച്ചു നോക്കാം. എല്ലാം ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഏത് രീതിയിൽ ചോദിക്കാം അല്ലെ, എന്താണെന്നുള്ളത് അല്ലെ. ഡാഷ് എയിം ടു അറ്റൈൻ ആൻ ഓതറൈസ്ഡ് എൻട്രി ഇൻടു അക്കൗണ്ട്സ് ബൈ ട്രാക്കിംഗ് ഓർ ബൈ പാസിംഗ് പാസ്വേഡ് സെക്യൂരിറ്റി ഒക്കെ അല്ലെ, ആ ഒരു സെക്യൂരിറ്റി ഒക്കെ നമ്മൾ ക്യാച്ച് ചെയ്തെടുക്കുന്നത് ഏത് അറ്റാക്കിൽ കൂടിയാണ്, പാസ്വേഡ് അറ്റാക്കിൽ കൂടിയാണ്. ഇൻസൈഡർ ത്രെഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം വിതിൻ ആൻ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ത്രെഡ്സുകൾ തന്നെയാണ് ഇൻസൈഡർ ത്രെഡ്സിൽ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് അല്ലെ. യൂസർ എന്താണ് അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നെറ്റ്വർക്കിങ്ങിന്റെ ഉള്ളിൽ കൂടെ അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി ചെയ്തിട്ട് അവിടെ മിഡിൽ അറ്റാക്ക് അല്ലെങ്കിൽ എന്താണ് അവരുടെ നെറ്റ്വർക്കിന്റെ ട്രാഫിക്കിനെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ക്യാച്ച് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. മാൻ ഇൻ ദ മിഡിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലെ, രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ കേസ് നമുക്കറിയാം വലിയ വലിയ രാഷ്ട്ര തലവന്മാരല്ലേ, ചില വ്യക്തികളുടെ കുറച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാന്നല്ല, വലിയ വലിയ തലവന്മാരുടെയൊക്കെ രാഷ്ട്രീയ അധികാരികളുടെ അല്ലെങ്കിൽ നമുക്കറിയാം മന്ത്രിമാരുടെയൊക്കെ വരെ അല്ലെ ഇത്തരത്തില് അല്ലെ അവരുടെ ആ ഒരു ഫോൺ കോളിംഗ് കാര്യങ്ങളൊക്കെ നൈസായിട്ട് നിന്നുകൊണ്ട് തന്നെ അവരുടെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ വരെ ക്യാച്ച് ചെയ്തെടുക്കുന്നവരുണ്ട്. സോ അവരൊക്കെ എന്താണ് അത്തരത്തില് ക്യാച്ച് ചെയ്തിട്ട് അത് മിസ്യൂസ് ആയിട്ട് ഉപയോഗിക്കും അല്ലെ, യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻസ് ഈ ഒരു അല്ലെ നെറ്റ്വർക്കിൽ കൂടിയുള്ള ഈ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ മാനേജ്മെന്റിലുള്ള അറ്റാക്ക് ആയിട്ട് ക്യാച്ച് ചെയ്തൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള പല രീതിയിലും നമുക്കറിയാം കമ്പ്യൂട്ടറിൽ ഒരുപാട് അല്ലെ നെറ്റ്വർക്കിനൊക്കെ ഒരുപാട് യൂട്ടിലൈസേഷൻ ഉണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളും നടപ്പാക്കാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, ബ്രീച്ചസ് എന്ന് പറയുമ്പോൾ ലംഘനങ്ങൾ എന്നാണ് ഡാറ്റ ബ്രീച്ചസ് എന്ന് പറയുമ്പോൾ. ഡാറ്റകൾ നമ്മള് ലംഘിച്ച് അല്ലെ നമ്മളെ ലംഘിച്ച് കൈകാര്യം ചെയ്യുന്നത്, അതായത് ട്രട്ടേഴ്സ് ഒക്കെ ലംഘിച്ചാണല്ലോ അല്ല എന്താ പറയുന്ന നിയമ സാധ്യതയോടുകൂടിയിട്ടല്ലോ പ്രവേശിക്കുന്നത്. നിയമലംഘനം നടത്തിയതിനു ശേഷമാണ് ഇവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. തെറ്റുകൾ ചെയ്തിട്ടാണ് ഇവര് ബാക്കി ചെയ്യുന്നത്, ചൂഷണം ചെയ്തെടുക്കുന്നത്. Data breaches include unauthorized entry to sensitive information like personal records, financial data, or intellectual property, normally through hacking or exploiting vulnerabilities in systems or network. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എല്ലാ ഉടനീളം നമ്മൾ പറയുന്ന കാര്യം ഇതാണ്, നോർമലി ത്രൂ ഹാക്കിങ് ഓർ എക്സ്പ്ലോയിറ്റിംഗ് വൾനറബിലിറ്റീസ് ഇൻ സിസ്റ്റം അല്ലെ. നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കേഴ്സ് കവർച്ചക്കാര് ചെയ്യുന്ന മാതിരി കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യതയെ, നമ്മുടെ സ്വതന്ത്രമായിട്ട് യൂസ് ചെയ്യുന്ന ആ സ്വകാര്യതയെ ചൂഷണം ചെയ്തിട്ടാണ് നെറ്റ്വർക്കിൽ കൂടെ പ്രവേശിച്ചിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ, പേഴ്സണൽ റെക്കോർഡ്സുകളൊക്കെ ഇൻഫോർമേഷൻ അല്ലെ, പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് ഒക്കെ അവര് ചൂഷണം ചെയ്ത് എടുക്കുന്നത്. അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി ആണ് ഇത്. കേസ് കമ്പ്യൂട്ടറിന്റെ നമുക്ക് എന്താ പറയാ, നമ്മളുടെ ഒരു സിസ്റ്റം ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മളിപ്പോ കമ്പ്യൂട്ടർ ശരിയാക്കാൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ക്ഷണിക്കുന്നതായിരിക്കാം. ഒരുപക്ഷെ അവര് എന്താണ് ക്ഷണിക്കുന്നതിന്റെ ഇടയിൽ കൂടെ തന്നെ നമ്മളോട് അല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചിരിക്കും. അത് ഇതിന്റെ എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കും. ആ പാസ്വേഡ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അത് അല്ലെ കൃത്യമായിട്ട് നന്നാക്കി കിട്ടുവാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പകർന്നു കൊടുക്കും. പക്ഷെ ചിലരെന്താണ് ആ ഇതിൽ കൂടെ തന്നെ പാസ്വേഡ് സെക്യൂരിറ്റീസുകളാണെന്നുള്ള ആ ഒരു കൺസിഡറേഷൻ അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരത് യൂസ് ചെയ്ത് ഗ്രാൻഷ്യലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡാറ്റകളൊക്കെ അവര് ചൂഷണം ചെയ്തെടുക്കുന്നു. വീണ്ടും അതിന്റെ ലാസ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്, ഡാറ്റ ബ്രീച്ചസ് മേ എൻഡ് ഇൻ എ ലോട്ട് ഓഫ് ഫിനാൻഷ്യൽ ലോസസ് അല്ലെ. ഈ നിയമ ലംഘനങ്ങളൊക്കെ അവര് നടത്തിയതിനു ശേഷം അറിയുന്നത് എപ്പോഴായിരിക്കും, എന്തെങ്കിലും ഫിനാൻഷ്യൽ ലോസസോ നമ്മുടെ പ്രശസ്തിക്ക് കളങ്കം സംഭവിക്കുമ്പോഴോ നമ്മുടെ പ്രൈവസിക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ സംഭവിക്കുമ്പോഴായിരിക്കും ഓക്കെ ഇങ്ങനൊരു നിയമലംഘനം അവര് നടത്തിയിട്ടുണ്ട് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? Paper 1, 2, 3, 4. അത് module 1, module 2, module 3, module 4. Okay. Yes. അതാണ് പേപ്പർ 1, 2, 3, 4 എന്ന് പറയുന്നത്. നമുക്കെതിരെ എന്തെങ്കിലും ഡൗട്ടുകള്? നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ഓക്കെ, എന്താണ് to mitigate online security threats, it is necessary to adopt security best practices like using strong and unique passwords. ഓക്കെ, നമുക്കറിയാം ഇത് ഓൺലൈൻ ആയിട്ടുള്ള ഈ സെക്യൂരിറ്റികൾ അല്ലെ ഇങ്ങനെയുള്ള കളവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അല്ലെ അത്തരത്തിലുള്ള ഭീഷണികളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം അല്ലെ. അത് സ്ട്രോങ് ആയിട്ട് ശക്തിയോട് കൂടിയിട്ട് എന്ന് പറയുമ്പോൾ നല്ല യൂണീക്ക് ആയിട്ടുള്ള പാസ്വേഡ് ഒക്കെയാണ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആർക്കും അത് മിസ്യൂസ് ചെയ്യാൻ അല്ലെ പെട്ടെന്നൊന്നും എളുപ്പത്തിൽ നമ്മുടെ സൈറ്റിലേക്ക് അല്ലെ ചൂഷണം ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതൊന്നും ആയിരിക്കരുത്. Then frequently updating software and applications. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേഷൻ ഒക്കെ കൃത്യമായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പോകണം. Then enabling two-factor authentication, being cautious of doubtful email or links. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ആധികാരികത അതൊക്കെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകണം. ഓക്കെ, നമ്മൾ സെക്യൂർ ആണെന്ന് ഉറപ്പ് വരുത്തി തന്നെ പോകാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ കോഷ്യസ് ആയിരിക്കണം അല്ലെ. എന്തെങ്കിലും ഇമെയിലും ലിങ്ക് ഒക്കെ വരുമ്പോൾ ഓടിച്ചാടി കയറി നമ്മൾ ആ ഇമെയിലിലും ലിങ്കിലേക്കൊന്നും കയറിപ്പെടരുത്. കാരണം നമ്മൾ അറിയാതെയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള അല്ലെ കൃത്യമായിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ ചോർന്നു പോകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഇമെയിലിലും ലിങ്കിലും ഓടിപ്പോയി കയറരുത്. ആൻഡ് കീപ്പിംഗ് അവയർനെസ് ഓഫ് കറന്റ് സെക്യൂരിറ്റി ത്രെഡ്സ്. ഓക്കെ, കറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ സെക്യൂരിറ്റി സുരക്ഷാ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലെ. നമുക്കിപ്പോ അറിയാം ചിലപ്പോഴൊക്കെ കൃത്യമായിട്ട് തന്നെ മെസ്സേജുകൾ കാണിക്കും അല്ലെ, നിങ്ങൾ അതിൽ പ്രവേശിക്കരുത്, ആ ലിങ്കിൽ പ്രവേശിക്കരുത്. അതൊക്കെ
അല്ലെ നമ്മളെ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള അറ്റാക്കേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സുരക്ഷ മാനിച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ മുന്നറിയിപ്പുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ വീക്ഷിച്ചു പോകണം. ദെൻ എംപ്ലോയി ഡിപ്പെൻഡബിൾ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ. എംപ്ലോയി ആണെങ്കിലും എന്താണ് സെക്യൂരിറ്റി അല്ലെ, സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി കാര്യങ്ങളെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് മുന്നേറി പോകേണ്ടതാണ്. ഫ്രീക്വന്റ്ലി ബാക്കിംഗ് അപ്പ് ഡാറ്റ, എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ബാക്കപ്പ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ആൻഡ് കീപ്പിംഗ് ഇൻഫോംഡ് അബൌട്ട് ദ ലേറ്റസ്റ്റ് സെക്യൂരിറ്റി പ്രാക്ടീസ് ക്യാൻ ഓൾസോ ഹെൽപ്പ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ്. ഈ ഭീഷണിയിൽ നിന്നൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്കറിയാം നിലവിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി എന്താണോ അത് നമ്മൾ ചൂസ് ചെയ്ത് പോകണം അല്ലെ. നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ത്രെഡ്സുകൾക്കും വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ തന്നെ സെക്യൂരിറ്റി കാര്യങ്ങൾക്കും വ്യത്യസ്തതയുണ്ട്. അപ്പൊ ഏതാണോ സുരക്ഷിതമായിട്ടുള്ള സെക്യൂരിറ്റി അല്ലെ അത് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഒരു വാണിംഗ് പോലെയാണ്, അതായത് നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ അല്ലെ, നമ്മളെപ്പോഴും ചില മെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി അല്ലെ അവിടെ ഓപ്പൺ ചെയ്ത് നോക്കും. സോ ആ ഒരു രീതിയൊന്നും അവലംബിക്കാതിരിക്കാനായിട്ടാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. കേണോ? ഓക്കെ, ഹെഡിങ്സ് ഒക്കെ ഒന്ന് മസ്റ്റായിട്ട് നോക്കി പോവാം. മാൽവെയർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അതൊരു മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ ഷോർട്ട് ഫോം ഒക്കെ എന്താണെന്നുള്ളത്, എന്തൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യമൊക്കെ ഓർത്ത് വെക്കുക. ഫിഷിങ്, ഐഡന്റിറ്റി തെഫ്റ്റ്, ജസ്റ്റ് ആ ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. മാൻ ഇൻ ദ മിഡിലൊക്കെ എപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ്. അത് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതിന്റെ അബ്രിവിയേഷൻ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മാൻ ഇൻ ദ മിഡിൽ എന്നുള്ളത്. Then password attacks, അല്ലെ password attacks into unauthorized entry into accounts അല്ലെ unauthorized ആയിട്ടുള്ള entry accounts by tracking or bypassing password security. ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറയുമ്പോൾ ഇൻസൈഡർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ്. അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്കിൽ കൂടെ ചൂഷണം ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ബേസിക് ഓഫ് എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ. ലാസ്റ്റ് വന്നപ്പോഴാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നത് അല്ലെ. ബേസിക്സ് എന്താണ്, വേർഡും എക്സലും പവർ പോയിന്റ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നെറ്റ്വർക്ക് ആണെങ്കിലും നമ്മൾ കുറേയൊക്കെ പരിചിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ എക്സാമ്പിൾസുകളൊക്കെ മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അത് എന്തിന്റെയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അത് സോഷ്യൽ മീഡിയ ആണോ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം ആണ് അല്ലെ, അങ്ങനെ കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു നിശ്ചിത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാനുള്ളൂ അല്ലെ. എത്ര വലിയ ചാപ്റ്റർ ആണെങ്കിലും ചെറിയ ചാപ്റ്റർ ആണെങ്കിലും ഒരാഴ്ച മാക്സിമം അല്ലെ അത്രയൊക്കെ പ്രതീക്ഷിക്കാനേ ഉള്ളൂ. ചെറിയ ചാപ്റ്റർ ആണെങ്കിലും എന്തായാലും കുറച്ചെങ്കിലും ഉണ്ടാവും. ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ബൈ ഹാർട്ട് പഠിക്കാതെ നമുക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അതേപോലെ തന്നെ ഹെഡിങ്സുകളൊക്കെ നോക്കാം. പിന്നെ അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കാം അല്ലെ. അതേമാതിരി തന്നെ എന്താണ് ഡേറ്റുകളൊക്കെ നിങ്ങൾ എക്സ്പാൻഡഡ് ഫോമുകളൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കി പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പൊതുവെ ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ്? SOPs ഒക്കെ നമ്മൾ പൊതുവെ കാണാറുണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇതിന്റെ മൂന്നിന്റെയും ആ ഒരു എന്താണ് ഡെഫിനേഷൻ ഓർത്ത് വെക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും അല്ലെ. പവർ പോയിന്റും വേർഡും എക്സലും അത് ഞാൻ മസ്റ്റായിട്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എന്റെ ധാരണ. നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തെടുത്തിട്ടുണ്ടാവും അല്ലെ. എന്താണ് പവർ പോയിന്റും എക്സലും അതേപോലെ തന്നെ എന്താണ് വേർഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്താവും. ക്ലിയർ അല്ലേ? ഇതിനു വേണ്ടിയിട്ടാണ് അത് ഓരോന്നും യൂസ് ചെയ്യണമെന്നുള്ളത്. ഓക്കെയാണോ? ഓക്കെ, നമുക്ക് എന്താ പറയാ തേർഡ് മൊഡ്യൂളിലെ തേർഡ് പേപ്പറിലെയാണ് നിങ്ങൾക്ക് ഡൗട്ട് കൂടുതൽ. ഓക്കെ, നമുക്കപ്പോൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഓക്കെ, തേർഡ് മൊഡ്യൂള്
മാർക്കറ്റിംഗ് അല്ലെ. മാർക്കറ്റിംഗ് ആണ് കുറച്ചുകൂടി ഒന്നുകൂടി അറിയില്ല അല്ലെ നോക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക നമ്മുടെ അല്ലെ, ഇറ്റ് ഈസ് എ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് മാനേജ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ ഓർ പ്രൊഡ്യൂസർ. അതായത് നമ്മുടെ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഉൽപാദകരിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് അല്ലെ എത്തുന്ന ആക്ടിവിറ്റീസുകൾ, അതാണ് ഇതിൽ പ്രധാനമായിട്ട് പ്രകടമാകുന്ന പ്രവർത്തനം. എന്താണ് മാർക്കറ്റിംഗ് ഈസ് എ ഫംഗ്ഷൻ മാനേജ്മെന്റ് ബൈ ആൻ ഓർഗനൈസേഷൻ ഓഫ് ഇറ്റ്സ് എക്സ്ചേഞ്ച് റിലേഷൻസ് വിത്ത് ഇറ്റ്സ് വേരിയസ് മാർക്കറ്റ് അല്ലെ. ഇവിടെ എന്താണ് മാർക്കറ്റിംഗിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ധാരണയാണ് ഇവിടെ പറഞ്ഞു വെച്ച് പോകുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കുക, എന്താണ് ഹോസ്പിറ്റലാണെങ്കിലും അതൊരു മാർക്കറ്റിംഗ് രീതിയിലേക്ക് നമ്മൾ കണക്കിലെടുക്കും. അതും സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഹോസ്പിറ്റലിൽ എന്താണ് നമ്മൾ ലഭ്യമാകുന്ന ഹോസ്പിറ്റലില് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സേവനങ്ങള് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. പേഷ്യൻസ് നല്ല സേവനങ്ങളാണ് ആ ഹോസ്പിറ്റലിൽ ലഭ്യമാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് പോയി അവരുടെ സേവനങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അവര് ആ സർവീസ് ചെയ്യുന്നതിന് റിട്ടേൺ ആയിട്ട് പേയ്മെന്റ്സ് അല്ലെ അവിടെ ആ ഒരു എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുകയാണ് പേഷ്യൻസ് ചെയ്യുന്നത്. സോ ഹോസ്പിറ്റലിൽ നമുക്കറിയാം മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം നല്ല അല്ലെ, അതായത് അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലാണ് ഭയങ്കര നല്ല പേഷ്യന്റ് കെയർ ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാത്രമാണ് പേഷ്യൻസ് പോവുകയുള്ളൂ അല്ലെ, ശരിയല്ലേ? നല്ല സർവീസ് ഒക്കെ കാഴ്ചവെക്കുന്നിടത്തല്ലേ ഹോസ്പിറ്റലിലേക്ക് അല്ലേ പോകുള്ളൂ എല്ലാ പേഷ്യൻസും. നല്ല സൗകര്യങ്ങളുള്ള നല്ല അല്ലെ, നല്ല വൃത്തിവെടുപ്പുള്ള നല്ല ഡോക്ടേഴ്സ് ഒക്കെ ഉള്ള സേവനങ്ങൾ നേടിയെടുക്കാനായിരിക്കും ഏതൊരു കസ്റ്റമർ ആഗ്രഹിക്കുന്നത്, ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നത്. സോ ആ രീതിയിൽ തന്നെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വീക്ഷിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതില് നമ്മൾ പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ എന്താണ് കൊമേഴ്സ് രീതിയിൽ തന്നെയാണ് നിർവഹിച്ചു തുടങ്ങിയിരിക്കുന്നത്. എന്താണ് കസ്റ്റമർ എന്താണ് ആഗ്രഹിക്കുന്നത്, വാട്ട് പ്രൈസ് റെഡി ടു പേ അല്ലെ, എല്ലാം തന്നെ ആ മാർക്കറ്റ് റിസർച്ചില് മാർക്കറ്റിന്റെ ആ കമ്പോള നിലവാരം കണക്കാക്കുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും പേഷ്യൻസ് ആഗ്രഹിക്കുന്നത് നല്ല ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു പേഷ്യൻസ് ശുശ്രൂഷയായിരിക്കും. അതുകൊണ്ട് തന്നെ അവര് മിനിമം സാലറി കോസ്റ്റ് മുടക്കി തന്നെ നമുക്ക് നല്ല സേവനങ്ങൾ ലഭ്യമാക്കാനായിരിക്കും അവര് തീർച്ചയായിട്ടും താല്പര്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്ട്രാറ്റജി വരുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്കറിയാം എന്താണ് കൊമേഴ്സ് രൂപേണയാണ് ഇവിടെ നിർവഹിച്ചു പോന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു മീനിങ്ങിൽ തന്നെ പഠിച്ചു പോകേണ്ടതാണ് അല്ലെ. ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സെല്ലിംഗ് ഇസ് ജസ്റ്റ് വൺ ഓഫ് ദ സെവറൽ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഹാസ് സെവറൽ ഫങ്ഷൻസ് ലൈക്ക് നീഡ് അസസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ ഇതില് എന്തൊക്കെയാണ് ഫങ്ഷൻസ് ആണ് മാർക്കറ്റിംഗിൽ പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ആദ്യം തന്നെ വിലയിരുത്തും അല്ലെ, മാർക്കറ്റിനെ കുറിച്ചിട്ട് നമ്മൾ റിസർച്ച് നടത്തും. നല്ല ഹോസ്പിറ്റലാണെന്നൊക്കെ നമ്മൾ റിസർച്ച് നടത്തും. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ഓക്കെ, അവിടെ നല്ല ഫെസിലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കും. അവിടെ വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള സേവനമാണോ നല്ല ലഭ്യമാക്കുന്നതെന്നൊക്കെ നമ്മൾ വിലയിരുത്തും. സോ അതിനുശേഷമാണ് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് തിരഞ്ഞെടുക്കുള്ളൂ അല്ലെ. ഇവിടെ ബിസിനസ് ലാംഗ്വേജിൽ നോക്കുകയാണെങ്കിൽ നീഡ് അസസ്മെന്റ്, മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഫങ്ഷൻസുകൾ എടുത്തു കൊടുക്കുന്നത് അല്ലെ, നിർവഹിച്ചിരിക്കുന്നത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഓക്കെ അല്ലേ? അവിടെ ഇത് പോകാൻ ഇങ്ങനെ ഓരോന്നും വായിച്ച് പറയേണ്ടതില്ലല്ലോ, ഉണ്ടോ? പഠിപ്പിച്ചു പോകേണ്ടതുണ്ടോ? വേണ്ട അല്ലെ. ഓക്കെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പൊതുവെ ചോദിച്ച് കാണാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഓക്കെ, അത് നമുക്കറിയാം. ഇതിന്റെ ആ ഒരു ഫസ്റ്റ് സെന്റൻസ് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. എഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് കൺസ്യൂമേഴ്സ് അല്ലെ. എല്ലാ ഫലപ്രദമായിട്ടുള്ള മാർക്കറ്റിംഗിന് സ്റ്റാർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു കസ്റ്റമേഴ്സിനെ നമ്മൾ വിലയിരുത്തിയിട്ടാണ് ആ ഒരു ഹോസ്പിറ്റലിൽ. ഓക്കെ, ഇവിടെ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസ് വരുമോ, അവർക്ക് വരാൻ ട്രാവലിംഗ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണോ അല്ലെ, എല്ലാം നമ്മൾ നോക്കിയതിനു ശേഷം പ്രധാനമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആരാണ്, പേഷ്യൻസിനെ അല്ലെ. കാരണം അവര് വന്നാൽ മാത്രമാണ് ആ ഒരു ഹോസ്പിറ്റൽ നിലനിന്ന് പോവുള്ളൂ. അവരില്ല എങ്കിൽ ആ ഹോസ്പിറ്റൽ കൂട്ടി പോകേണ്ടതായിട്ട് വരും, അതായത് പേഷ്യൻസ് ഇല്ലെങ്കിൽ. സോ നമ്മൾ മനസ്സിലാക്കുക ഫസ്റ്റ് ആ ഒരു സെന്റൻസ് തന്നെ പ്രധാനപ്പെട്ടതാണ്. എഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് കൺസ്യൂമേഴ്സ് അല്ലെ. അവിടെ മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുള്ളതാണ്. എഫക്റ്റീവ് മാർക്കറ്റിംഗ് ബിഗിൻസ് വിത്ത് പ്രൊഡ്യൂസേഴ്സ്
അല്ലെങ്കിൽ എന്താണ് സപ്ലയേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കി എഴുതുക, എഫക്റ്റീവ് മാർക്കറ്റ് ബിഗിൻസ് ആരംഭിക്കുന്നത് തന്നെ കൺസ്യൂമേഴ്സിൽ നിന്നാണ്. അവരെ ശ്രദ്ധിച്ചിട്ട് അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിംഗിന്റെ മറ്റ് അല്ലെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. Once the target segment of a consumer is identified and their requirement evaluated, working out the strategies is the next step. ഓക്കെ, അതിനുശേഷമാണ് തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ അവിടെ എടുക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, നമ്മൾ ഏത് തരത്തിലുള്ള സേവനം ലഭ്യമാക്കണം, പ്രൊഡക്റ്റ്, then എന്താണ് പ്രൈസ്, പ്രൊമോഷൻ, പ്രൈസ്, അതാണ് 4 കാര്യങ്ങൾ അല്ലെ. 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണത് നിർവഹിച്ചിരിക്കുന്നത്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, അതങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. പ്രോഡക്റ്റ് സ്ട്രാറ്റജിയിൽ പ്രധാനമായിട്ട് അല്ലെ ഇവിടെ പറയുന്നുണ്ട് മാർക്കറ്റിംഗ് മിക്സ്, 4 സ്റ്റേജസ് അല്ലെ, സ്ട്രാറ്റജീസ് ഫോർ സക്സസ്ഫുൾ മാർക്കറ്റിംഗ് പ്രോഗ്രാം ആൻഡ് ഫോർ ദ കണ്ടന്റ് ഓഫ് ചൂസിംഗ് കൺസ്യൂമർ സെഗ്മെന്റ് ഇസ് കോൾഡ് ദ മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോവുക. ഇവിടെയൊക്കെ നിങ്ങൾക്ക് അല്ലെ ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നല്ല ബോൾഡ് ആയിട്ടുള്ള ലെറ്ററിൽ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഡിസിഷൻ അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. ആ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? കൺസിസ്റ്റ് ഓഫ് ഓഫറിംഗ് റൈറ്റ് കൺസ്യൂമർ ഗുഡ്സ് സർവീസ് ടു ദ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ് അല്ലെ. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ എന്താണ്? റൈറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. നമ്മള് എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആരെയാണ് ബിഗിൻ ചെയ്യുന്നത്? കൺസ്യൂമേഴ്സ്. അത് മേടിക്കാൻ ആൾക്കാർ ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് വെച്ചിട്ട് തന്നെയാണ് നമ്മളത് ഉത്പാദിപ്പിക്കുന്നത്. നമ്മളൊരു സർവീസ് ആണെങ്കിൽ നമുക്കറിയാം അത് അല്ലെ ആ ഒരു സർവീസ് നേടിയെടുക്കാനായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ടാവും എന്നുള്ള ഒരു എയിം വെച്ചുകൊണ്ടാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി കൺസിസ്റ്റ് ഓഫ് ഓഫറിംഗ് ദ റൈറ്റ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസ് ടു ദ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ്. ആ നല്ലൊരു ഗുഡ്സ് ആൻഡ് സർവീസ് ആണെങ്കിൽ അതിന് റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ടായിരിക്കും. ദെൻ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി ആണെങ്കിലോ കൺസിസ്റ്റ് ഓഫ് ക്വാളിറ്റി, ന്യൂ പ്രൊഡക്റ്റ്, പാക്കേജ്, ഡിസൈൻ, ബ്രാൻഡ് നെയിംസ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസിൽ എടുത്തു പറയുന്നത്. The aim of a product strategy is the എന്താണ് ഇവോൾവ് പ്രൊഡക്റ്റ് എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് നല്ലൊരു തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതെല്ലാം വിലയിരുത്തണം അല്ലെ. ഈ പറഞ്ഞ മാത്രമേ തന്നെ നല്ല ഓഡിയൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം, മനസ്സിലാക്കണം. പിന്നെ അതിനുശേഷം തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. അതായത് നമ്മൾ ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ ഉത്പാദിപ്പിക്കും. അതേമാതിരി തന്നെ പാക്കേജും ഡിസൈനിലും നെയിമിലും എല്ലാം തന്നെ അവരുടെ ഒരു ആകർഷണം കിട്ടത്തക്ക വിധത്തിലായിരിക്കും നമ്മളത് കൈകാര്യം ചെയ്ത് പോകുന്നത്. എന്താണ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്ലേസ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഓക്കെ, അവിടെയും പ്ലേസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാര്യമാണ്. അതായത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്, റൈറ്റ് ഗുഡ്സ് അറ്റ് റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പ്ലേസ്. ഓക്കെ, അവിടെ സ്ട്രാറ്റജിയിൽ പ്രധാനമായിട്ടും പറയുന്നത് റൈറ്റ് ഗുഡ്സ് അറ്റ് റൈറ്റ് ടൈം അറ്റ് റൈറ്റ് പ്ലേസ്. എന്താണ് പ്രൊമോഷൻ സ്ട്രാറ്റജി? പ്രൊമോഷൻ സ്ട്രാറ്റജി ഈസ് എ പ്ലാൻ ദാറ്റ് ഈസ് എന്താണ് actionable to influence people about your business and create more leads and boost customer engagement. നമുക്കൊരു അല്ലെ നമുക്ക് അതിന് ആ ഒരു ഇതിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാം അല്ലെ, ഒന്നുകൂടി പ്രോത്സാഹിപ്പിച്ച് വികസിപ്പിച്ച് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. സോ എന്താണ് നമ്മളുടെ ബിസിനസിനെ കുറിച്ചിട്ട് ആളുകളെ അല്ലെ എല്ലാ സൈഡിൽ നിന്നും പ്രചോദിപ്പിച്ച് കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ വസ്തുവിലേക്ക് ആളുകളെ എത്തിപ്പെടുന്നത്. സോ എല്ലാവരെയും ഒന്ന് കേന്ദ്രീകരിച്ചിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ് പ്രൊമോഷൻ സ്ട്രാറ്റജിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത്. പ്രൈസിങ് സ്ട്രാറ്റജി ഓർത്ത് വെക്കുക. ഹെഡിങ്സ് മനസ്സിലാക്കി പോവുക. എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഉള്ളത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ആ 4 പീസ് ഓഫ് സ്ട്രാറ്റജീസിൽ തന്നെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് എളുപ്പമായിരിക്കും അല്ലെ. ഇതില് ഡെവലപ്മെന്റ് ന്യൂ പ്രോഡക്റ്റ്, പുതിയ പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ സ്റ്റെപ്പ് 2 എന്നൊക്കെ പറയുമ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഓർഡർ അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വിച്ച് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡെവലപ്മെന്റ് ന്യൂ പ്രോഡക്റ്റ് എന്നൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ അനുസരിച്ചിട്ട് തന്നെ ആ ഒരു സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കുക. സ്റ്റെപ്പുകളെല്ലാം പറയണോ? പറയേണ്ടതുണ്ടോ? ഉണ്ടോ? എല്ലാ സ്റ്റെപ്പും പറയണോ? വേണ്ട അല്ലെ. ഹെഡിങ്സ് നമുക്കൊന്നും കവർ ചെയ്ത് പോകാൻ സാധിക്കില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ ന്യൂ പ്രൊഡക്റ്റ് സ്ക്രീനിങ്, നെക്സ്റ്റ് എന്താണ് ബിസിനസ് അനാലിസിസ്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ടെസ്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക എന്താണ് കമേഴ്ഷ്യലൈസേഷൻ ആണ്.
അതേമാതിരി തന്നെ the elements of a marketing plan, which of the elements of a marketing plan എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണിച്ചു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഈ ഒരു എല്ലാ തരത്തിലുള്ള എലമെന്റ്സുകളും നമ്മൾ ജസ്റ്റ് പഠിച്ചു വെക്കാം. കണ്ടന്റ്, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്, അനലൈസ് ദ റിസർച്ച്, അങ്ങനെ ഓരോന്നിനെ ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്, ഡിറ്റർമിൻ ബഡ്ജറ്റ്, അങ്ങനെ ഓരോന്നിനെയും കുറിച്ചിട്ട് ഇവിടെ കൃത്യമായിട്ട് ഓരോ ഹെഡിങ്സുകൾ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും അത്യാവശ്യം അല്ലെ, പ്രധാനമായിട്ടും ആ ഒരു 4 പീസ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് മെയിൻ ആയിട്ട് കണ്ടുപോകാറുള്ളത്. പിന്നെ എന്താണ് ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ ഞാൻ എനിക്ക് തോന്നുന്നു നോട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. ഇതിലൊക്കെ ഒരു ചെറിയ പോയിന്റ്സ് ഒക്കെ സെക്കൻഡറി മാർക്കറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് ഫസ്റ്റ് മാർക്കറ്റിംഗ് അല്ലെ, അവിടെ ചെറുതായിട്ടൊക്കെ കുറെ കാര്യങ്ങള്. ഓക്കെ, പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? സർവേസ്, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂസ്, ഒബ്സർവേഷൻസ് ഒക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. അതെ, റിസർച്ചുകൾ എന്ന് പറയുന്നത് 2 റിസർച്ചുകളാണ്, പ്രൈമറി ഓർ സെക്കൻഡറി ആണ്. അത് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. പ്രൈമറിയിൽ എന്തൊക്കെയാണ് പെടുന്നത്, സെക്കൻഡറി എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഹെഡിങ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് അല്ലെ, എല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. എല്ലാം തന്നെ ഓർത്ത് വെക്കാനായിട്ട് അല്ലെ, ഹെഡിങ്സുകൾ ഓർത്ത് വെക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ബാക്കിയൊക്കെ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കാനായിട്ട് നോക്കാം. ബഡ്ജറ്റിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് കം വിത്ത് market budget. Marketing budget will be defined by type of market practice in the age of a practice and if the practice has marketed before. Okay. അതില് പ്രധാനമായിട്ടും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. The practice is new, we can hope to spend 10%. Okay, നമ്മളിപ്പോ ഒരു കാര്യമൊക്കെ ചെയ്യുന്നതിൽ ആദ്യം തന്നെ പെട്ടെന്ന് നമുക്ക് അതിന്റെ ഒരു അല്ലെ ഇതുകളൊന്നും നമുക്ക് റിട്ടേൺ ഒന്നും നേടിയെടുക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റിയെന്ന് വരില്ല. കുറച്ച് ടൈം എടുത്തിട്ട് മാത്രമാണ് നമുക്ക് റിട്ടേൺ ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക. പ്രത്യേകിച്ച് ആ സ്ട്രാറ്റജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക അല്ലെ. മോഡൽ സെറ്റിംഗ്, പ്രൈസ് ഷെഡ്യൂൾ, ബോത്ത് ജസ്റ്റിഫൈഡ് അല്ലെ, കോമ്പറ്റിറ്റീവ്, ബ്രേക്ക് ഓഫ് പ്രോഫിറ്റ് ഒക്കെ അത് ഏത് സ്ട്രാറ്റജിയിൽ പെടുന്നതാണ്. നമ്മൾ ആ സ്ട്രാറ്റജികൾ എല്ലാം തന്നെ മസ്റ്റ് ആയിട്ടൊന്ന് നോക്കിപ്പോകുക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് പ്രൈസിങ് സ്ട്രാറ്റജി ആണോ അല്ലെ, ഏത് സ്ട്രാറ്റജി ആണോ അത് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അതേമാതിരി തന്നെ ന്യൂ ഡെവലപ്മെന്റിന്റെ പ്രോസസ്സ് ആ ഭാഗം വിട്ടുകളയാതെ തന്നെ നോക്കി പോകാൻ ശ്രമിക്കാം. നമ്മുടെ ടൈം ഇച്ചിരി കടന്നു പോകണം. ഓക്കെ, ഇപ്പൊ ഒരു ഓഡിറ്റിംഗിന്റെയും കൂടി കാര്യം നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഓഡിറ്റിംഗിലേക്ക് പോകാം. ചെയ്യണോ? മാർക്കറ്റിംഗ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓഡിറ്റിംഗിലേക്ക് പോകാം. ഓഡിറ്റിംഗ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഡെഫിനേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അല്ലെ ഉള്ള
എഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അസസ് ചെയ്യുക അല്ലെ. അത് എന്തിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അവലോകനം നടത്താം എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. അതിപ്പോ അവരുടെ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അല്ല സേവനങ്ങളെ കുറിച്ചിട്ടോ എന്ത് തന്നെ വേണമെങ്കിലും നമുക്ക് അവലോകനം നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതില് പ്രധാനമായിട്ടും ആ ഡെഫിനിഷൻ മസ്റ്റായിട്ടും അതുപോലെ തന്നെ പഠിച്ചു വെക്കണമെന്നില്ല, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താണ് ഓഡിറ്റ് എന്നുള്ളത്. അതേമാതിരി തന്നെ ഓഡിറ്റ് കാൽക്കുലേറ്റ്സ് കറന്റ് പ്രാക്ടീസ് അഗേൻസ്റ്റ് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഡിസൈഡ് സ്റ്റാൻഡേർഡ്സ് ഇറ്റ് belong to clinical governance which aims at safeguarding highly quality for clinical care for patients. Okay, ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓഡിറ്റ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ കറന്റ് ഡിസൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിൽ കറന്റ് പ്രാക്ടീസ് അല്ലെ കൃത്യമായിട്ട് ഇപ്പോൾ ഡേയ്സിൽ എന്താണ് അതിൽ നിന്ന് നമ്മളിപ്പോ ലഭ്യമാക്കിയിരിക്കുന്ന ഡാറ്റ എന്താണ് അതൊരു കമ്പാരിസൺ നടത്തും. ഓക്കെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് വെച്ചതനുസരിച്ചിട്ട് നമുക്ക് കറന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് നടത്താനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം ഒക്കെയാണ് സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുന്ന അനുസരിച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കറക്ഷൻ നടപടികളൊക്കെ എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റ് നടത്തുന്നത് അല്ലെ. നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റ് പ്രധാനമായിട്ടും ചെയ്തു പോകുന്നത്. നോക്കാം എന്താണ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി അല്ലെ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഓഡിറ്റ് നടത്തുന്നതെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നല്ല ക്വാളിറ്റി ആവാൻ, നല്ല ക്വാണ്ടിറ്റി അല്ലെ നല്ല ഗുണമേന്മയുള്ള ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യം ആയിട്ട് പോകാൻ, അല്ലെങ്കിൽ കൃത്യസമയം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. നമുക്കറിയാം അവിടെ എന്താണ് നല്ല ഫിനാൻഷ്യൽ റിസോഴ്സസ്, അതായത് നമ്മുടെ ഫണ്ട് അല്ലെ കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്ത് പോയാലാണ് നമുക്ക് നീക്കിയിരിപ്പൊക്കെ നടത്താനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ആ നീക്കിയിരിപ്പ് നടത്തുന്നതനുസരിച്ചിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. പ്രധാനമായിട്ടും ഈ നെക്സ്റ്റ് വരുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഓഡിറ്റ് അല്ലെ ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റ് ഉണ്ട് എന്നുള്ള കാര്യമുണ്ട്. അതേമാതിരി തന്നെ എത്ര തരത്തിലല്ലേ പല ടൈപ്പിലുള്ള ഓഡിറ്റുകളുണ്ട്. മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷണൽ ഓഡിറ്റ്. ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയറിന് വിത്ത് റെസ്പെക്ട് ടു സ്ക്രൂട്ടിനി ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സിന് നമ്മൾ സ്ക്രൂട്ടിനി ചെയ്ത് അല്ലെ അവിടെ മെഡിക്കൽ അസസ്മെന്റ് വിലയിരുത്തലാണ് ഇവിടെ നടപ്പാക്കുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് ആണെങ്കിൽ കവേഴ്സ് ടീച്ചേഴ്സ് ക്ലിനിക്കൽ കെയറിംഗ് ബോഡി തന്നെ പ്രൊവൈഡഡ് ബൈ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ് അല്ലെ. അവിടെ ക്ലിനിക്കൽ ആയിട്ടുള്ള കെയറുകൾ, അതായത് നഴ്സിംഗുമാര് നമുക്ക് അവിടെ അവര് കൃത്യമായിട്ട് തന്നെ ഇത്രയും പേഷ്യൻസിന് ഇത്ര നല്ല രീതിയിൽ അല്ലെ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്കൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ ഗവേഷണം ചെയ്യുന്ന ഒരു രീതിയാണ് ക്ലിനിക്കൽ ഓഡിറ്റില് നടപ്പാക്കുന്നത്. സോ അതിന്റെയൊക്കെ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. ഓർഗനൈസേഷണൽ ഓഡിറ്റും കൃത്യമായിട്ട് ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്ത് പറയുന്നുണ്ട്. Means the investigation of a practice like appointments, systems, policies, and practices, standards, which are considered as primarily administrative functions. Okay, ഇപ്പൊ ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസുകളെല്ലാം തന്നെ അത് ഇൻവെസ്റ്റിഗേഷൻ അല്ലെ അത് നല്ല രീതിയിൽ വിലയിരുത്തുക, അത് പരിശോധിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓർഗനൈസേഷൻ ഓഡിറ്റ് കൊണ്ട് മെയിൻ ചെയ്യുന്നത്. അവിടെ ചികിത്സ കാര്യങ്ങളെല്ലാം അതായത് നമ്മളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ പോളിസി നയങ്ങൾ സ്റ്റാൻഡേർഡ്സുകളൊക്കെ ഓക്കെയാണോ എന്നുള്ളത് വിലയിരുത്തി കൊണ്ടുപോകാനാണ് ഓർഗനൈസേഷൻ ഓഡിറ്റിൽ കൈകാര്യം ചെയ്യുന്നത്. സോ 3 ഓഡിറ്റുകളെ കുറിച്ചിട്ട് ഓക്കെ അല്ലേ. അതിനപ്പുറം എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്, അത് പക്ഷെ മനസ്സിലാക്കുക. ഓർഗനൈസേഷൻ ഓക്കെ നമുക്കത് ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്ക്രീനിൽ തന്നെ പോവാം. മെത്തേഡ് ഓഫ് യൂസ്ഡ് ഓഡിറ്റ് ഏതൊക്കെ രീതിയിൽ ഓഡിറ്റ് യൂസ് ചെയ്യാൻ ഡയറക്റ്റ് ഒബ്സർവേഷൻ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഓഡിറ്റ് നടത്താം. ചെക്ക് ലിസ്റ്റ്, ഡോക്യുമെന്റേഷൻ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇന്റർവ്യൂ ഒക്കെ നടത്തി നമുക്ക് ഓഡിറ്റ് ചെയ്യാം അല്ലെ. ചെറിയ ചെറിയ ഫേമുകളൊക്കെ ആണെങ്കിൽ 1-2 പേഴ്സൺസിനെ അല്ലെ. ചില ഏരിയകളിൽ നമ്മൾ റെക്കോർഡിക്കലി നമ്മൾ വെരിഫിക്കേഷൻ നടത്തുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ എന്താണ് ചിലപ്പോൾ ഓരോരുത്തരോട് നേരിട്ട് ചോദിച്ച് അഭിമുഖം നടത്തിക്കൊണ്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം പല രീതിയിലും അത് കളക്ട് ചെയ്യാം. ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് അതും ഓർത്ത് വെച്ചേക്കാം. കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. ഓക്കെ, അതായത് ടൈം ഈസ് ടേക്കിംഗ് സ്പീഡ്, അതില് ആ സമയത്ത് തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ കംപ്ലീറ്റഡ് ത്രൂ റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം റെക്കോർഡ്സിൽ കൂടെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന രീതിയുമുണ്ട്.
ദെൻ പർപ്പസുകളൊക്കെ ജസ്റ്റ് ഹെഡിങ്ങുകളൊക്കെ ഓർത്ത് വെക്കുക. എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ ക്ലിനിക്കൽ ഓഡിറ്റ് ഒക്കെ ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം പെർഫോമൻസുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണോ, സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ, ഇത്രയും പേഷ്യൻസിന് ഇത്രയും സ്റ്റാഫുകൾ മതിയാണോ അല്ലെ. അവരുടെ സ്റ്റാഫ് നമുക്കറിയാം പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് പേഷ്യൻസ് വീണ്ടും വരുള്ളൂ. സോ ഇത്തരത്തിലുള്ള അവലോകനങ്ങൾ നടത്തി കഴിഞ്ഞിട്ടാണ് അവർക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു. Then prerequisite for a clinical audit, നമുക്കറിയാം മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി. അതില് ആ ഒരു ഹെഡിങ് അല്ല, മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയെ കുറിച്ചിട്ട് കാണാറുണ്ട്. അതായത് പ്രത്യേകമായിട്ട് കാണുന്നത് ദ കമ്മിറ്റി ടു മീറ്റ് വൺസ് എ മന്ത് ഓൺ ഫിക്സഡ് ഡേ. അത് ഓർത്ത് വെച്ചേക്കാം. എല്ലാ മാസവും അല്ലെ ഒരു ഫിക്സഡ് ഡേയിലാണ് ഈ മീറ്റിംഗ് കൂടി പോകാറുള്ളത്. പിന്നെ ഇതിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. സ്റ്റേജസ് അതും പൊതുവെ കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഡിഫറെന്റ് സ്റ്റേജുകൾ അല്ലെ. ആ സ്റ്റേജുകൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്റ്റെപ്പ്, സ്റ്റേജസ്, പ്രോസസ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് ആ ഒരു ഓർഡറിൽ തന്നെ നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. കാരണം ചിലപ്പോഴൊക്കെ മിക്കപ്പോഴും ലാസ്റ്റ് പ്രോസസ്സ്, ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഓർഡർ നിന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്, എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്, എന്താണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. നമുക്കറിയാം പെർഫോമൻസുകളൊക്കെ മെഷർ ചെയ്തതിനു ശേഷം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഈ പെർഫോമൻസ് കൂട്ടണോ വേണ്ടയോ അല്ലെ, നമുക്ക് ആ ഇംപ്രൂവ്മെന്റ്സ് വരുത്തുക എന്നുള്ളതാണ് അതിന്റെ. നമുക്കറിയാം ലാസ്റ്റ് എന്ന് പറയുമ്പോൾ മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ് വരുത്തിയതിനു ശേഷം അത് നിലനിർത്തി കൊണ്ടുപോകണം അല്ലെ. ആ ഇംപ്രൂവ്മെന്റ് നിലനിർത്തിയത് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റിയില്ല എങ്കിൽ നമുക്കറിയാം റീ ഓഡിറ്റ് നടത്തി എവിടെയെങ്കിലൊക്കെ അല്ലെ നമുക്ക് എന്തെങ്കിലും വെരിഫിക്കേഷൻ കേസ് വീണ്ടും നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തണമെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ വീണ്ടും ഡൗൺ ആയി പോവുകയാണെങ്കിൽ റീ ഓഡിറ്റ് നടത്തിയിട്ട് വീണ്ടും നമുക്ക് മെഷർ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ആ ഒരു സ്റ്റെപ്സുകൾ അല്ലെ, ആ ഒരു കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഫസ്റ്റ് വൺ പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. ഇതില് ഇതേപോലെ തന്നെ ഇപ്പൊ മിക്കപ്പോഴും ഇപ്പൊ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ, അതിൽ ഏതൊക്കെ പോയിന്റ്സ് വരാം അല്ലെ. നമുക്കറിയാം ഡിഫൈനിങ് ക്രൈറ്റീരിയ ഉണ്ട്, സോഴ്സ് ഓഫ് എവിഡൻസ് ഉണ്ട്, അപ്ലൈസിംഗ് എന്താ എവിഡൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആവുന്നത് എന്തിനാണ്, സെലക്ഷൻ ക്രൈറ്റീരിയയിലാണ്. മെഷറിംഗ് ലെവലിലാണെങ്കിൽ എന്തൊക്കെയാണോ ഉള്ളത് നമുക്കറിയാം. പ്ലാനിംഗ് ഡാറ്റ കളക്ഷൻ, പിന്നെ ഹാൻഡ്ലിംഗ് ഡാറ്റ, മെത്തേഡ് ഓഫ് കളക്ഷൻ അല്ലെ, ആ ഒരു മൂന്ന് കാര്യങ്ങളും അതിൽ ഉള്ളതാണ്. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് അല്ലെ, ഇതില് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഡിറ്റ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി പോവാം. എന്താണ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, ഓഡിറ്റില് അല്ലെ അഡ്മിനിസ്ട്രേറ്ററിനുള്ള പങ്ക് എന്താണെന്നുള്ള കാര്യം നോക്കി പോവാം. ഇതിന് അഡ്വാൻറ്റേജസ്, ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ നമുക്കറിയാം. അതിനനുസരിച്ചിട്ട് തന്നെ നല്ല കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. സ്റ്റാൻഡേർഡ്സ് റേസ് ചെയ്യാനും പ്രൊമോട്ട് ചേഞ്ചസും സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ അല്ലെ, അതൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓരോ ഓഡിറ്റ് നടത്തുമ്പോഴും പ്രധാനമായിട്ട് നമുക്കറിയാം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സസ് കിട്ടും അല്ലെ, ഒരു ഉറവിടം നമുക്ക് കിട്ടും. ഓക്കെ, അത് നമുക്ക് വേണോ, അത് വീട്ടിലെ വേണ്ടി കൺഫ്യൂസ് ചെയ്തെങ്കിൽ അതനുസരിച്ച് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്, ജസ്റ്റ് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, എല്ലാം മെഡിക്കൽ ഓഡിറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും ഇല്ലെങ്കിൽ ഈ ഓഡിറ്റ് അവലോകനം നടത്തുക എന്ന് പറയുന്നത് ദുഷ്കരമാണ് അല്ലെ. കൃത്യമായിട്ടുള്ള എവിഡൻസ് വെച്ചിട്ട് അവലോകനം നടത്തിയാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാനും കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോഴും ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവലോകനമാണ്. അതായത് ഇപ്പോൾ ഉള്ള ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഓക്കെ നമുക്ക് സ്റ്റാൻഡർഡൈസേഷനിൽ എത്താൻ എന്തുകൊണ്ട് പറ്റുന്നില്ല. ഇനി ഇൻ കേസ് സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്നതിലേക്ക് എത്തിപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റും അല്ലെ. അതല്ലെങ്കിൽ ബാക്കി നമുക്ക് ഫണ്ടിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഫണ്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലെ. അപ്പൊ എല്ലാം തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓഡിറ്റ് ചെയ്യുമ്പോഴാണ്, ഈ അവലോകനം നടത്തുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ അല്ലെ എന്തെങ്കിലും വിട്ടുകിഴിക്കലൊക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല എന്തെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടോ എന്നും ലോസ് ആയിട്ടുണ്ടോ എന്നും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് അല്ലെ എന്തെങ്കിലുമൊക്കെ ലൂപ്പോൾസ് വഴി നടത്തിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്നും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഏത് ഡ്യൂട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ അതെ, കുറച്ച് പേരൊക്കെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നുണ്ടോ അല്ലെ, കറക്റ്റ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ, ഈ ഡ്യൂട്ടി ഇച്ചിരി കൂടി ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ല. അപ്പൊ ഏത് മേഖല വേണമെങ്കിലും നമുക്ക് ഓഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓർത്ത് വയ്ക്കുക.
Then content of an audit report in the background, the literature review, criteria and standards, methods of the protocol used, the results, okay. നമ്മൾ വേഗം അതും ഒന്ന് ഒഴിച്ചു പോയി. ഇനി എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു മിനിറ്റ് ഉണ്ട്, എന്തെങ്കിലും നോക്കേണ്ടതുണ്ടോ? ഞാൻ ഇങ്ങോട്ടാക്കാം. ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒക്കെ ഒന്ന് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ അതിജീവിച്ചു പോയിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ഒക്കെ എഴുതിയതാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഏത് രീതിയിലാണ് എക്സാമുകളൊക്കെ വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? ഏത് മോഡലാണ് രീതി ചോദിക്കുന്നത് അല്ലെ? ആ ഒരു രീതിയിൽ നിങ്ങളുടെ മൈൻഡിലുണ്ട്. സോ അതനുസരിച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതിനേക്കാൾ ഉപരി നമ്മളെപ്പോഴും ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കോഴ്സ് നമ്മൾ പഠിച്ചത് തന്നെ അല്ലെ? നിങ്ങൾ പഠിച്ചത് എന്തെങ്കിലും ഒരു ഇതുമോട് കൂടിയിട്ടാണ് എവിടെയെങ്കിലും ജോലിക്ക് പോകണം, അല്ലെങ്കിൽ നിലവിലുള്ള ജോലി ഇച്ചിരി കൂടി അല്ലെ ഇച്ചിരി കൂടി നല്ല കപ്പാസിറ്റി ഉള്ള ഇച്ചിരി കൂടി ലെവൽ കൂട്ടി തീർക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കാം. സോ അതിന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. എന്തെങ്കിലും അല്ലെ ഇന്റർവ്യൂവിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അത് ആക്ച്വലി ഫൈനൽ എക്സാം എന്തായാലും ഉണ്ടാവൂലേ? ഫൈനൽ എക്സാം ഉണ്ടാവില്ലേ? അപ്പൊ അതിന്റെ ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ, തേർഡ് പേപ്പർ മൊഡ്യൂളില് നിങ്ങൾക്ക് എക്സാം ഇനി 3 and 4 അല്ലേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിന്ന് തന്നിട്ടുണ്ടാവും. ഇൻഫോർമേഷനോടൊപ്പം തന്നെ അത് കവർ ചെയ്ത് തന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് അല്ലെ ഇൻഫോർമേഷൻസ് നേരത്തെ തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെയായിരിക്കുമല്ലോ അത് പോകുന്നത്. തീർച്ചയായിട്ടും എക്സാം പോലെ എന്താണ് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, നമ്മള് പഠിപ്പിച്ചത് രീതികളൊക്കെ, അതായത് അത്യാവശ്യം നിങ്ങൾ ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്തിട്ട് എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുക കോൺഫിഡൻസോട് കൂടിയിട്ട്. എക്സാം പോലെ നിങ്ങൾക്ക് എന്താണോ നിർദ്ദേശം തന്നിരിക്കുന്നത് ആ രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തു പോവാം. ഓക്കെ, ഫൈനൽ എക്സാം ഉണ്ടാവും. തന്നെ എന്തായാലും 3 and 4 അല്ലെ എല്ലാ മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. ഓക്കെ അല്ലേ? ബാക്കി എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ മാനേജ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ ജോലിക്ക് ശ്രമിക്കുക. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കയറി പറ്റാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Okay, thank you.